സൗദി കിരീടാവകാശി MBS എന്ന് വിളിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാനും ഇസ്രായേലും തമ്മിലുള്ള ചങ്ങാത്തം അറബ് ലോകത്ത് ഏറെ പ്രതിഷേധമുയർത്തിയിരുന്നു. സൗദിയും ഇസ്രായേലും ഒരു കരാറിൽ ഒപ്പുവയ്ക്കാൻ പോവുകയാണെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെ MBSനെതിരെ അതിശക്തമായ വിമർശനമാണ് ഉയർന്നത്. മാത്രമല്ല, തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് MBS തുറന്നു പറഞ്ഞതും വലിയ ചർച്ചയായി. ഇസ്രായേലുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ ശ്രമിച്ച ഈജിപ്തിൻ്റെ മുൻ പ്രസിഡന്റ് അൻവർ സാദത്തിൻ്റെ വിധിയാണ് തന്നെയും കാത്തിരിക്കുന്നത് എന്നാണ് സൽമാൻ രാജകുമാരൻ വെളിപ്പെടുത്തിയത്. അമേരിക്കയുമായി വളരെ അടുത്ത ബന്ധമുള്ള അറബ് രാജ്യമാണ് സൗദി. അമേരിക്കയാണ് സൗദി ഇസ്രായേൽ സഹകരണത്തിന് ഇടനിലക്കാരായി നിൽക്കുന്നതെന്നും റിപ്പോർട്ടുകൾ വന്നു. സൗദിയിൽ ഏറെ പുരോഗമനപരമായ മാറ്റങ്ങൾ നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് കിരീടാവകാശിയും സൗദിയുടെ പ്രധാനമന്ത്രിയുമായ സൽമാൻ രാജകുമാരൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ബാന്ധവ വാർത്ത ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. സൽമാൻ രാജാവ് അനാരോഗ്യം കാരണം ഭരണകാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ സുപ്രധാന യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്നത് സൽമാൻ രാജകുമാരനാണ്. ഇസ്രായേൽ ഗസ സംഘർഷത്തിന് പിന്നാലെ സൗദി ഇസ്രായേൽ ബന്ധത്തിലും വിള്ളൽ വീണിരുന്നു. അത് പരിഹരിക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ വന്നു. പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു സഹകരണവും ഉണ്ടാവില്ലെന്ന് നേരത്തെ തന്നെ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കിയിരുന്നു. പലസ്തീൻ അനുകൂല പ്രമേയം UN പാസാക്കിയതിന് പിന്നാലെ സ്വരം കടുപ്പിച്ച് വീണ്ടും സൽമാൻ രാജകുമാരൻ എത്തിയിരിക്കുന്നു. പലസ്തീൻ അധിനിവേശം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നായിരുന്നു പ്രമേയം. 124 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. 12 മാസത്തിനകം അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേലിൻ്റെ അനധികൃത സാന്നിധ്യം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പൊതുസഭ പ്രമേയം പാസാക്കിയത്. 14 രാജ്യങ്ങൾ എതിർത്തു, 43 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഓസ്ട്രേലിയ, കാനഡ, ജർമ്മനി, ഇറ്റലി, നേപ്പാൾ, യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയും വിട്ടുനിന്നു. പ്രമേയത്തെ എതിർക്കുന്നവരിൽ ഇസ്രായേലും US ഉണ്ട്. ഇസ്രായേലിൻ്റെ നടപടികളെ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത മറ്റൊരു രാഷ്ട്രീയ പ്രേരിത നീക്കമെന്നാണ് UN-ൽ ഇസ്രായേൽ അംബാസിഡർ ഗിലാഡ് എർദാൻ പറഞ്ഞത്. പ്രമേയം സമാധാനത്തിന് സംഭാവന നൽകില്ല, പകരം മേഖലയിലെ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നായിരുന്നു US-ൻ്റെ അഭിപ്രായം. ഇതിനു പിന്നാലെയാണ് ഇസ്രായേൽ ചങ്ങാത്തം തള്ളിക്കളഞ്ഞ് സൽമാൻ രാജകുമാരൻ എത്തിയത്. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നതുവരെ ഇസ്രായേലിനെ സൗദി അംഗീകരിക്കില്ല എന്നാണ് MBS വ്യക്തമാക്കിയത്. ഗസയിലെ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പലസ്തീൻകാർക്കെതിരായി കുറ്റകൃത്യമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. സൽമാൻ രാജാവിന് പകരക്കാരനായി ഷുറ കൗൺസിലിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഇസ്രായേലിനോടുള്ള അതൃപ്തി അദ്ദേഹം പ്രകടിപ്പിച്ചത്. സൗദിയും കൈവിട്ടതോടെ അറബ് രാജ്യങ്ങളൊന്നും ഇസ്രായേലിനൊപ്പമില്ല എന്ന് മാത്രമല്ല, ലെബനനിലെ പേജർ സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്.